കേരള രാഷ്ട്രീയത്തിലെ ഉദിച്ചുയരുന്ന താരമായിരുന്നു കോൺഗ്രസിൻ്റെ ഭാവി പ്രതീക്ഷയായിരുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന യുവ രാഷ്ട്രീയ നേതാവിൻ്റെ ദയനീയ പതനത്തിന് വഴിവെച്ചത് അയാളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ലൈംഗിക അപവാദ ആരോപണങ്ങൾ, അതേ തുടർന്ന് കേരള പോലീസിനും സർക്കാരിനും മുമ്പിലേക്കെത്തിയ 3 പീഡന പരാതികൾ, ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത 3 പീഡന കേസുകൾ എന്നിവയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഈ 3 കേസുകളിലും ഒരു തീർപ്പാകുന്നതുവരെ പൊതുരംഗത്തേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരുവാൻ ഇനി സാധ്യതകൾ അവശേഷിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഈ കേസുകൾ രാഹുലിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെ പുറത്താക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസുകളിൽ നിരപരാധി എന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് രാഹുലിനൊരു മടങ്ങിവരവ് സാധ്യമാവുകയുള്ളൂ. കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിലകൊള്ളുവാൻ താൻ മരണം വരെ ആഗ്രഹിക്കുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഘട്ടത്തിൽ പോലും പാർട്ടിയെ പ്രതിരോധിക്കുവാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടം സജീവമായി തന്നെ രംഗത്തുണ്ട് എന്നതും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ട വസ്തുതയാണ്. ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട 3 കേസുകളുടെയും ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള 3 പീഡന കേസുകളിൽ ആദ്യത്തെ 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുകയായിരുന്നു. ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ രണ്ടാമത്തെ കേസിൽ കീഴ്ക്കോടതി തന്നെ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു നൽകി. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അതീവ രഹസ്യമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു. FIR ഇട്ട വിവരം പോലും അറിയുന്നതിന് മുൻപേ തന്നെ അർദ്ധരാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹം താമസിച്ചിരുന്ന പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മൂന്നാമത്തെ കേസിൽ റിമാൻഡിൽ കഴിയവെയാണ് ഏറെക്കുറെ 14 ദിവസത്തെ റിമാൻഡ് പൂർത്തിയായതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ച് ലഭിച്ചത്. ഏതൊക്കെയാണെങ്കിലും ഈ 3 കേസുകളിലും ഇതുവരെയും കുറ്റപത്രം ഔപചാരികമായി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ആദ്യ 2 കേസുകളിലും പോലീസ് ഔപചാരികമായ കുറ്റപത്ര സമർപ്പണം കോടതിയിൽ നടത്തിയിട്ടില്ല. എന്നാൽ മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രവുമായി പോലീസ് കോടതിയെ സമീപിച്ചിരുന്നു. ഇത് കൃത്യമായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അന്നത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു നീക്കമായിരുന്നു. എന്നാൽ ഈ കുറ്റപത്രത്തിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കുറ്റപത്രം കോടതി മടക്കുകയാണ് ചെയ്തത്. കൃത്യമായി പുതിയൊരു കുറ്റപത്രം ഇതുവരെയും കോടതിക്ക് മുമ്പിലേക്ക് പുനഃസമർപ്പിക്കുവാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഇത്തരത്തിൽ 3 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഔപചാരികമായ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതിനാൽ തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാനുള്ള കാലം കൂടുതലെടുക്കും എന്നതിലും തർക്കമില്ല. എന്നാൽ ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് UDF സർക്കാർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് ഈ വിഷയത്തിൽ കൃത്യമായി പോലീസിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്ന സൂചനകളാണ് രാഹുലിനോട് അടുത്ത വൃത്തങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ 3 കേസുകളിലും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുവാനുള്ള നിർദ്ദേശമാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിനും പോലീസിനും നൽകിയിട്ടുള്ളത്. രാഹുലുമായി ബന്ധപ്പെട്ട 3 കേസുകളിലും അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക ആനുകൂല്യമായി രാഹുലിന് ചെയ്യുന്ന ഒരു ഫേവറായി കണക്കാക്കേണ്ടതില്ല എന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് കോൺഗ്രസ് നേതൃത്വം സർക്കാരിന് നൽകിയിരിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രത്യേക ആനുകൂല്യമല്ല എങ്കിൽ കൂടിയും തനിക്ക് പ്രത്യേകമായി ഈ ഒരു കേസുകളുടെ പേരിൽ യാതൊരു ആനുകൂല്യവും കോൺഗ്രസിൽ നിന്ന് ലഭിക്കേണ്ടതില്ല എന്ന നിലപാട് അയാൾ പരസ്യമായി സ്വീകരിച്ചിട്ടുള്ള ഘട്ടത്തിലും ഇത് വലിയ രീതിയിൽ അനുഗ്രഹമായി മാറുന്ന ഒരു കാര്യമാണ് എന്നതിൽ തർക്കമില്ല. അതായത് ഈ 3 കേസുകളും പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ട് തന്നെയാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാമ്യ ഹർജികളിൽ വാദം നടന്നിട്ടുള്ളത്. ഈ 3 കേസുകളുടെയും കൃത്യമായ മെറിറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തിയതിന് ശേഷമാണ് 3 കേസുകളിലും കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ആദ്യ 2 കേസുകളുടെ കാര്യമെടുത്താൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു ഗ്രൗണ്ട് അവിടെ നിലനിൽക്കുന്നേയില്ല എന്നത് ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ കോടതി നീതിപീഠങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആദ്യ 2 കേസുകളിലെയും പരാതിക്കാർ വിവാഹിതരായിരുന്നു. മറ്റൊരു വിവാഹബന്ധം നിലനിൽക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെയാണ് അവർ രാഹുലുമായി കിടക്ക പങ്കിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ രാഹുലുമായി ഇവർ ശരീരം പങ്കുവെച്ചത്, ബന്ധത്തിലേർപ്പെട്ടതെല്ലാം പരിപൂർണ സമ്മതത്തോടു കൂടിയായിരുന്നു എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള കൃത്യമായ തെളിവുകൾ ഈ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഹാജരാക്കുവാൻ രാഹുലിൻ്റെ അഭിഭാഷകർക്കും സാധിച്ചിരുന്നു.
രണ്ടാമത്തെ കേസിൽ ഇരയുടെ മൊഴി ഔപചാരികമായി നേരിട്ട് രേഖപ്പെടുത്തുവാനുള്ള സാഹചര്യം പോലും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇനി മൂന്നാമത്തെ കേസിലേക്ക് എത്തുമ്പോൾ ഇത് പൂർണ്ണമായും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണെന്നും ഈ കേസിലെ പരാതിക്കാരിയെ തനിക്ക് പരിചയമേ ഇല്ല എന്നുമുള്ള നിലപാടാണ് രാഹുൽ ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. രാഹുൽ മാത്രമല്ല, താനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഈ പരാതിക്കാരി തെളിയിച്ചാൽ താൻ പറയുന്ന പണി ചെയ്യാമെന്ന് രാഹുലിൻ്റെ ആത്മസുഹൃത്തും മൂന്നാം കേസിൽ കൂട്ടുപ്രതിയുമായിട്ടുള്ള ഫെനി നയനാനും വെല്ലുവിളി നടത്തിയിരുന്നു. ഫെനി നയനാനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിക്കുന്ന വേളയിലാണ് ഈ കേസ് ഉയർന്നു വന്നത്. ഫെനിയുടെ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ഈ കേസ് കാരണമായി എന്ന വിലയിരുത്തലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. ഏതൊക്കെയാണെങ്കിലും കൃത്യമായി മെറിറ്റുകളിലേക്ക് കടന്ന് ജാമ്യ ഹർജിയിൽ തന്നെ വാദം നടന്നിട്ടുള്ളതിനാൽ രാഹുലിനെ സംബന്ധിച്ച് ഈ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തന്നെ വിചാരണ നടപടികളിലേക്ക് കടക്കാതെ കേസുകളുടെ നൂലാമാലകളിൽ നിന്ന് വിമുക്തനാകുവാനുള്ള സാധ്യത നിയമപരമായി നിലനിൽക്കുന്നുണ്ട്. ഈ 3 കേസുകളിലെയും കുറ്റപത്രം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുവാൻ രാഹുലിനിവിടെ അവകാശമുണ്ട് എന്നതാണ് വസ്തുത. ഈ കേസുകളിലെ കുറ്റപത്രങ്ങളിലെ അന്വേഷണത്തിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും രാഹുലിന് ഹൈക്കോടതിയെ സമീപിക്കുവാൻ സാധിക്കുക. അങ്ങനെ ഹൈക്കോടതി രാഹുലിൻ്റെ ഈ കേസുകൾ റദ്ദ് ചെയ്യുവാനുള്ള ഹർജി ഫയലിൽ സ്വീകരിക്കുകയും അനുകൂല തീരുമാനം എടുക്കുകയും ചെയ്താൽ നീണ്ടുപോയേക്കാവുന്ന വിചാരണയുടെ കാലതാമസം പോലുമില്ലാതെ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാൻ അതൊരു അവസരമായി മാറും. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവ് മലയാളികളിൽ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗവും പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. UDF അനുഭാവികൾക്കും UDFിലെ ഇതര ഘടകകക്ഷികൾക്കും രാഹുൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നതിനോട് കാര്യമായ എതിർപ്പൊന്നും നിലനിൽക്കുന്നില്ല എന്നതും വസ്തുതയാണ്. അതിനാൽ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഉന്നതമായ ഒരു നേതൃത്വം രാഹുലിന് സ്വാഭാവിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുവാനുള്ള ഒരു നിർദ്ദേശം കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന വാർത്ത ഈ വിഭാഗത്തെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദകരമാണ്. ഇനി പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തു പദവിയായിരിക്കും ലഭിക്കുവാൻ പോകുക എന്നതിനെ ചൊല്ലിപ്പോലും ഇപ്പോൾ ചർച്ചകൾ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പദവികളൊന്നും ലഭിക്കുവാൻ സാധ്യതയില്ല എങ്കിൽ കൂടിയും തനിക്ക് തൻ്റെ കോൺഗ്രസ് മെമ്പർഷിപ്പ് അംഗത്വം പുതുക്കി നൽകിയാൽ അത് വലിയ സായുജ്യമായി കണ്ടുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളും എന്ന് രാഹുൽ മാങ്കൂട്ടം തൻ്റെ അടുപ്പക്കാരോട് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സമീപകാലത്തെങ്ങും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരങ്ങളും രാഹുലിന് മുമ്പിൽ ഇല്ല എന്നതാണ് വസ്തുത. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നിയമസഭയിൽ 3 സ്വതന്ത്രാംഗങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി 66 പേരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 66 സീറ്റുകളിൽ നിന്നും അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ളൊരു സാധ്യത രാഹുലിന് മുമ്പിൽ നിലനിൽക്കുന്നില്ല. പിന്നീട് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് പാർട്ടിക്ക് തീരെയും വിജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ്. ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമെടുത്താൽ കേരളത്തിൽ ആകെയുള്ള 20 ലോക്സഭാ സീറ്റുകളിൽ UDFിന് 18 സീറ്റുകളുണ്ട്. ആ 18 സീറ്റുകളിൽ 15 കോൺഗ്രസ് പ്രതിനിധികൾ തന്നെയാണ് വിജയിച്ചു കയറിയിരിക്കുന്നത്. സിറ്റിംഗ് MPമാരെ മാറ്റി നിർത്തി രാഹുലിനെ പോലൊരു നേതാവിന് അവസരം ലഭിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്നാൽ പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കുവാൻ അവസരം ഉണ്ടാകും എന്ന വിശ്വാസവും കോൺഗ്രസിനെ അദ്ദേഹത്തിനെ ആരാധിക്കുന്നവർ വെച്ചു പുലർത്തുന്നുണ്ട്. ആൻ്റോ ആൻ്റണി തുടർച്ചയായ 4ാം വട്ടമാണ് ഇത്തവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അടുത്ത തവണ അദ്ദേഹം മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ സ്വാഭാവിക ചോയ്സായി പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട സീറ്റ് ലഭിക്കുമെന്ന പ്രത്യാശയാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ പ്രകടിപ്പിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഈ 3 കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചാൽ അത് വലിയൊരു ലൈഫ് ലൈനായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 3 കേസുകളിലും അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കുവാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും ഈ രാഷ്ട്രീയ മുന്നണിയും രാഹുലിനോട് കാണിക്കുന്ന ഒരു നീതിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അഗ്നിശുദ്ധി വരുത്തി രാഹുൽ മാങ്കൂട്ടത്തിന് തിരികെ വരുവാനുള്ള സുവർണാവസരമായിട്ടാണ് രാഹുൽ അനുകൂലികൾ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനങ്ങളും അതുപോലെ തന്നെ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുറ്റപത്രം സമർപ്പിച്ചാൽ ഉടൻ തന്നെ എന്ത് നിയമ നടപടികൾ സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടിയാലോചനകൾ രാഹുലിൻ്റെ അഭിഭാഷക ടീമുമായി ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകളും വിവരങ്ങളും വിശകലനങ്ങളും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.